ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളുടെ വീഡിയോസ് അല്ല. ഇന്ന് നമ്മൾ കുറച്ച് ഫിഷിനെ മേടിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് കീഴിലത്താണ്, പെരുമ്പാവൂരാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാമിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ ഒരു 2-3 ഫാമുകളുണ്ട് കേട്ടോ. ഒരു 4 ഫാമുകളുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റിലുള്ളൊരു ഫാമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റും സംഭവങ്ങളും നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാഹ കിടക്കുന്നുണ്ട്, ഒരു ഹെവി സൈസ് വാഹ കിടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പിലോപ്പി, അതുപോലെ തന്നെ വേറെ ഫിഷസൊക്കെയാണ്. നല്ല ഹെവി സൈസ് ഫിഷാണ്. ഒരു നീലവാഹ നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സൈസ് ഉണ്ട്. അതൊരു സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടോ ഏകദേശം ഒരു 2 അടിയുടെ നീളെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഗപ്പിയുടെ ഏരിയസ് ആട്ടോ. ഇതൊക്കെ സെയിലിനായിട്ടുള്ള ഗപ്പികളാണ്. പല വെറൈറ്റീസ് ഓഫ് ഗപ്പികളൊക്കെ ഉണ്ട്. ഫുള്ള് ഏരിയ ഫുള്ള് ഗപ്പികളാണ്. ചെറിയ ഫൈബറിൻ്റെ ടാങ്കുകളിലും എല്ലാത്തിലും ഗപ്പികളാണ് ഇവിടെ. ഫുള്ള് ബൾക്ക് ക്വാണ്ടിറ്റി ഗപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫാം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് മേടിക്കുക, കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യാം. ഫുള്ള് ടാങ്കുകളാണ് കേട്ടോ. എല്ലാം ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊയ്യുടെ ഏരിയ ഉണ്ടോ. അത്യാവശ്യം ഹ്യൂജ് കളക്ഷനാണ് കൊയ്ക്ക് ഇവിടെ ഉള്ളത്. ഈ ഒരു ടാങ്കിൽ മാത്രമല്ല, ഇതുപോലെ കുറേ ടാങ്കിൽ കൊയ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പുറത്തെ ടാങ്കിലാണെങ്കിൽ പിലോപ്പി കാര്യങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. പിലോപ്പി, നട്ടർ, അങ്ങനെ എല്ലാ ഫിഷസും ഉണ്ട്. ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടും. നമ്മൾ ഇവിടെ എവിടെ നോക്കിയാലും ടാങ്കുകളും മീനുകളും മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് കണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഫിഷസ് ഉണ്ടാവും. ഇതൊക്കെ കോഴിയുടെ ഹെവി സൈസായിട്ടുള്ള ഫിഷുകളാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഓസ്കാർ ഉണ്ട്, നല്ല ഫയർ റെഡ് ഓസ്കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ അതിൻ്റെ കളറും കാര്യങ്ങളും കണ്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഫിഷസിനെ കിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു ക്വാളിറ്റിയിലാണ്. താഴെ നല്ല ഷാർക്ക്, ആസാം വാള എന്നൊക്കെ പറയുന്ന ഷാർക്ക് നല്ലൊരു ഹെവി സൈസ് പോകുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കിത് എത്ര സൈസ് ഉണ്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷേ നേരിട്ട് വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഈ കിടക്കുന്ന ഓസ്കാറൊക്കെ ബ്രീഡിങ്ങിന് സൈസ് ആയതാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷേ നല്ല ഹെവി സൈസായിട്ടുള്ള നല്ല ആൽബിനോയും ഫയർ റെഡും എല്ലാം ഉണ്ട് കേട്ടോ. താഴെ പോകുന്ന കൊയ്സും കാര്യങ്ങളൊക്കെ നല്ല ഹെവി സൈസാണ്. ആ കാണുന്ന കോഴിക്ക് ഏകദേശം ഒരു 1 kg പ്ലസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 ഫാമുകളുണ്ട്. ഈ ഫാമിലാണ് ഏകദേശം കൂടുതൽ ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ പിൻ ചെയ്യാം. ആ സൈഡിൽ നമുക്ക് വൈറ്റ് കളറിലായിട്ടുള്ള നമ്മുടെ ഷാർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു തണലുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു നാച്ചുറൽ പോണ്ട് ഉണ്ട് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ മോൺസ്റ്റർ ഫിഷുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹെവി സൈസായിട്ടുള്ള മോൺസ്റ്റർ ഫിഷുകളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകുന്ന അമ്മാതിരി ഐറ്റംസ് ആണ് കേട്ടോ. അരാപ്പൈമ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഹ്യൂജ് സൈസ് അരാപ്പൈമാണ് കിടക്കുന്നത്.
ഇതൊക്കെ ഏകദേശം ഒരു 10-40 കിലോയിലെങ്കിലും വലിപ്പം ഉണ്ടാവുമെന്നാണ് തോന്നണത്. അമ്മാതിരി സൈസ്. അത് ഒരെണ്ണം ഒന്നല്ല, വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ റിസ്ക്കിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയം എന്താണെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ എല്ലാം കൂടി അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയാണെങ്കിൽ ഹെവി സൈസ് റെട്ടയിൽ. ഹെവി സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 കിലോയെങ്കിലും ഉണ്ടാവും ഒരു റെട്ടയിൽ. അത്രയും റെട്ടയിലുണ്ട്. അത് ഒന്നും രണ്ടൊന്നും അല്ല, ഒരു 10-25 റെട്ടയിലെങ്കിലും ഉണ്ടാവും. ഗ്ലെയർ അടിക്കുന്നത് മനസ്സിലാവണില്ല. ഉണ്ടോ, ഫീഡിനായിട്ട് താഴെ വന്ന് നിൽക്കാണ്ടോ. ഞാൻ എൻ്റെ കാലിൻ്റെ അടുത്ത് വെച്ചാൽ വെച്ചാൽ എൻ്റെ കാല് ഇത്രയും ചെറുതാണ്. ഫിഷിൻ്റെ അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹെവി സൈസാണ്. അത് അരാപ്പയ്മയുടെയൊക്കെ എണ്ണാണെങ്കിൽ 1, 2, 3 ഒരു ലോഡുണ്ട്. നമ്മൾ കാണാത്ത അത്രയും ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പോണ്ട് ഫുള്ള് ഫിഷസ് ആണ്. ഇതുപോലെ നിറഞ്ഞു കിടക്കുകയാണ് ഫിഷസ്. ഇതൊക്കെ എങ്ങനെയെന്നാലും ഒരു 10-15 കിലോയെങ്കിലും ഉണ്ടാവും ഈ റെട്ടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പെരുമ്പാവൂരുള്ള കീഴിലത്തുള്ള ഫാമിലേക്ക് വന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ ക്യാറ്റ് ഫിഷിൻ്റെ ടൈപ്പിൽ വരുന്ന മീനുകളാണ് കേട്ടോ. ഫീഡിന് വേണ്ടിയിട്ട് നിൽക്കണതാണ്. ഇപ്പോൾ എന്തായാലും ഒരു അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും നേരിട്ട് വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മറയണമില്ല, നല്ല മറച്ചിലാണ് മീനുകൾ. സെൻറ്ററിലൊക്കെ നമ്മുടെ റെഡ് ബെല്ലി എന്ന് പറയുന്ന നട്ടർ എന്നൊക്കെ പറയുന്ന ഫിഷസ് നല്ല ഹെവി സൈസ്, ഒരു 2-3 കിലോ ഒക്കെ ഉള്ളത് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഫാമിൽ. ഇപ്പോൾ ഫീഡ് ചെയ്യണ സമയം എന്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ മീനുകളും നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇത് നമ്മുടെ അരോണയുടെ ടാങ്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൈസുള്ള അരോണകളാണ് എല്ലാം കിടക്കുന്നത്. സ്മോൾ സൈസ് നമുക്ക് 4 ഇഞ്ച് മുതലുള്ള സൈസൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്താണ്. ഇതൊരു 2.5-3 അടി ഉണ്ടാവും വലിയ അരോണ. ഏകദേശം വലിയ അരോണ ഒരു 2.5 അടിയെങ്കിലും മിനിമം ഉണ്ടാവും. എൻ്റെ കാല് നോക്കി അറിയാൻ പറ്റും. അങ്ങനത്തെ ഇനിയുണ്ട് കേട്ടോ ആ ഒരു സൈസിലുള്ളത്. ഇത് ഫുള്ള് അരോണയുടെ ടാങ്കാണ്. ഇവിടേക്ക് ലെങ്ത്തിലാണ് ടാങ്ക് ഉള്ളത്. നല്ല സൈസുള്ള അരോണകൾ. പല വെറൈറ്റിയിലുള്ള അരോണകളാണ് കേട്ടോ. ഇത് അനാബസും ഉണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ വൈറ്റ് ഷാർക്കും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിലോപ്പി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ജെയിൻ്റ് പോലെ എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു ടാങ്കാണ്. ഇത് പറഞ്ഞാൽ നല്ല ഹ്യൂജ് ടാങ്കാണ്. നല്ല നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഫുള്ള് ടാങ്കുകളാണ്. എവിടെ നോക്കിയാലും എണ്ണി തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടാങ്കുകളാണുള്ളത്. ഫുള്ള് ടാങ്കുകളാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം ഇതുപോലെ അക്വേറിയംസ് ആണ്. അപ്പോൾ അക്വേറിയം ഫിഷസിനെ വാങ്ങാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ള് ഇതുപോലെ സിമെൻറ്റ് ടാങ്കുകളാണ്. അത് കാർപ്പ്, ഗോൾഡ് ഫിഷ് എല്ലാം ഉണ്ട് കേട്ടോ. ഏഞ്ചൽസിൻ്റെ മീഡിയം സൈസ് ആയിട്ടുള്ളത്. ബ്രീഡിങ് ആവശ്യങ്ങൾക്കുള്ളവർക്കൊക്കെ ഡയറക്റ്റ് വന്ന് എടുത്താൽ മതി കേട്ടോ. ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെയറുകളെ കിട്ടും. മോളീസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് കൊയ്സിനെ മേടിക്കാനായിട്ട് വന്നേക്കണം. നമ്മൾ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്രയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ അരോണയുടെ കുഞ്ഞുങ്ങളുണ്ട് സെയിലായിട്ട്. നമുക്ക് 1200-1400 റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അരോണ. ഏകദേശം ഒരു 6 ഇഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കളറിലുള്ള അലിഗേറ്റർ ഉണ്ട്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ഹെവി സൈസ് ഉണ്ടാവും. ഒരു 2 അടിയെങ്കിലും ഉണ്ടാവും. ഒരു 10 പീസെങ്കിലും ഇപ്പോൾ ഈ ടാങ്കിൽ കിടക്കണ്ടാവും മിക്കവാറും. ഇത് നമ്മൾ വെറൈറ്റി നോർമൽ അലിഗേറ്ററിനേക്കാളും നല്ലൊരു വെറൈറ്റി ആണോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൂടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. ഫാമിലിക്കായിട്ട് വന്ന് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ. ഈ കാർപ്പാണ് നമ്മൾ മേടിക്കാൻ പോണത്.
പീസ് 10 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ കാണാത്ത വെറൈറ്റി ഫിഷസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഫുള്ള് കംപ്ലീറ്റ് നമ്മുടെ ഫൈറ്റർ ഫിഷുകളാണ് കേട്ടോ. ഹ്യൂജ് കളക്ഷനാണ് കേട്ടോ ഫൈറ്റർ ഫിഷസിൻ്റെ. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് തരാം. ഇത് മാത്രമല്ല അപ്പുറം സൈഡിലും കാര്യങ്ങളും. ഇത് ഫുള്ള് ആക്സസറീസും കാര്യങ്ങളാണ് കേട്ടോ. ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്സസറീസാണ്. അപ്പോൾ A to Z ആക്സസറീസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിൽ നിന്ന് നമുക്ക് മേടിക്കാം. ഏത് പമ്പ, ഏത് എന്താണ് വേണ്ടതോ ഫിഷസിനെ വളർത്താനായിട്ട് അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ മേടിക്കാം കേട്ടോ. താഴെ മെഡിസിനും കാര്യങ്ങളും അതുപോലെ തന്നെ കല്ലുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. A to Z കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹെവി സൈസ് ആയിട്ടുള്ള അരോണകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നല്ല സൈസുള്ള അരോണകളാണ് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് അരോണകളാണ് ഇതെല്ലാം. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ വീഡിയോയുടെ ഓഡിയോ കുറച്ച് ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ഒരു 10 പീസോളം കൊയ്ക്കാർപ്പിനെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അത് പീസ് റേറ്റ് 20 രൂപയാണ് വരണത്. പിന്നെ നമ്മൾ കുറച്ച് അക്വേറിയത്തിൽ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് ലൈറ്റും കാര്യങ്ങളും മേടിക്കാനായിട്ട് വന്നത്. അത് 230 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയത്. പിന്നെ നമ്മളിനി ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഫാമും കൂടി ഉണ്ട്. അപ്പോൾ ആ ഫാമിലേക്കും കൂടി നമ്മൾ ജസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഫാമിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഫാമിലേക്ക് വന്നിട്ടുണ്ട്. ഏഞ്ചൽ വിങ്സ് ഫിഷ് ഫാം എന്നാണ്. അരോണയുടെ സ്മോൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ആൽബിനോ അരോണയാണ്. 3000. ഇവിടെയും അത്യാവശ്യം ടാങ്കുകളിൽ ഫിഷസിനെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഏഞ്ചൽ വിങ്സ് ഫിഷ് ഫാമിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ വലിയൊരു പോണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പോണ്ടിൻ്റെ ചുറ്റും അക്വേറിയംസ് സെറ്റ് ചെയ്തേക്കാണ്. ഇതുപോലെ ഫുള്ള് ഗോൾഡ് ഫിഷും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോണ്ടിലേക്ക് വന്നിട്ട് നല്ല ഷോ സൈസിലുള്ള നല്ല ഹെവി കാർപ്പുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോയി കാർപ്പുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഗോൾഡ് ഫിഷിൻ്റെ വെറൈറ്റികളാണല്ലോ. ഒറാണ്ടയാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പേരറിയില്ല. പറയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് കുറയ്ക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മുടെ ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇത് ബ്ലാക്ക് മോറാണ്.
മൊത്തത്തേക്ക് ഒത്തിരി ഫോണ്ടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഗോൾഡ് ഡിവിഷൻ്റെ വെറൈറ്റീസാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും വില കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകളെല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ വീഡിയോ ആൾക്കാർ കാണുന്നത്. അപ്പോൾ വില നിങ്ങൾ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ഫാമുകൾ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വേറെ ഫാമുകളും സംഭവങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ കോയീസിനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടാങ്കിൽ കൊണ്ടുവരുന്ന വീഡിയോ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാക്കി ഫിഷസിനെയും കൂടി നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുള്ള കൊയ്ക്കാർപ്പിനെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്കാണ് തൽക്കാലം ഇട്ടിട്ടുള്ളത്. നമ്മുടെ വേറൊരു ടാങ്ക് നമ്മൾ ലീക്കേജ് ആയതുകൊണ്ട് റിപ്പയറിലാണ്. അപ്പോൾ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി ഈ ഒരു പോണ്ടിലേക്കാണ് ഇട്ടേക്കണത്. അടിയിൽ നിൽക്കുന്നുണ്ട്, അവന്മാർ ആക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് വീഡിയോസും അടുത്ത അപ്ഡേറ്റ് വീഡിയോസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഒരു 2 മാസം മുമ്പ് നമ്മളൊരു 6 ഇഞ്ച് സൈസിലുള്ള അരോണേനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് ഒരു 6 ഇഞ്ച് സൈസിലുള്ള അരോണേനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ലൊരു, അതായത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഏകദേശം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു മാസം നമ്മൾ ലൈവ് ഫീഡ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ തീറ്റയിലേക്ക് വ്യത്യാസം വരുത്തി. ഇതാണ് ആ തീറ്റ. ഇത് നമുക്ക് സ്ട്രിമ്പാണ്, ചെറിയ സ്ട്രിമ്പാണ്. ഇത് നമുക്ക് അരോണ, അതുപോലെ തന്നെ ഓസ്കാർ, പിന്നെ ഫ്ലവറോണിനൊക്കെ കൊടുക്കാൻ പറ്റിയ തീറ്റയുണ്ട്. എല്ലാ ഫിഷുകൾക്കും കൊടുക്കാം. ഇതൊരു ബോക്സ് വന്നിട്ട് 100 രൂപയാണ് റേറ്റ് വന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെറിയ സ്ട്രിമ്പാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് ഇവന്മാർ കഴിക്കുന്നുണ്ട്. ഈ ഒരു പൊടി പോലത്തെ സൈസിലുള്ള സ്ട്രിമ്പുകളാണ്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവന്മാർ കഴിച്ചോളും. അപ്പോൾ നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 മാസം കൊണ്ട് ഏകദേശം ഡബിൾ സൈസായിട്ടോ നമ്മുടെ അരോണ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഒരു റെഡ് ടെയിലിൻ്റെ കുഞ്ഞും കൂടി ഉണ്ട്. അത് സൈസ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.